ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചൂട് കൂടി വരുന്ന ഈ സമയത്ത് നല്ലൊരു പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കിയാലോ. എരിവും പുളിയും മധുരവും എല്ലാം ചേർന്നൊരു സ്പെഷ്യൽ ജ്യൂസാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണേ. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ആദ്യം ഒരു മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. പച്ചമാങ്ങയായാലും അതുപോലെ തന്നെ പഴുക്കാൻ തുടങ്ങുന്ന സ്റ്റേജിലുള്ള മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. പച്ചമാങ്ങയുടെ ആ പുളിപ്പുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ ജ്യൂസിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ്. ഇപ്പോൾ ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 2 ചെറിയ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജ്യൂസിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ജ്യൂസിനെ വേറെ ലെവലാക്കി മാറ്റുന്നത്. നമ്മുടെ ജ്യൂസിന് ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പുതിനയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്ത് എല്ലാം നന്നായി സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ജ്യൂസിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസിയായി നമ്മുടെ മിൻറ്റ് ആൻഡ് ലെമൺ ഫ്ലേവറുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു സിപ്പ് എടുത്താൽ തന്നെ ചൂട് കുറയുന്നത് പോലെ ഒരു ഫീൽ ചെയ്യും. നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പച്ചമാങ്ങ വെച്ചല്ല അടിച്ചത്. ചെറിയൊരു പഴുക്കാൻ തുടങ്ങുന്ന സ്റ്റേജിലുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനൊരു യെല്ലോ കളർ. പച്ചമാങ്ങ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ജ്യൂസ് നല്ല പച്ച കളറായിരിക്കും. നല്ല പച്ചമാങ്ങ വെച്ച് അടിച്ചാൽ ഇതുപോലെ നല്ല പച്ച കളറുള്ള ജ്യൂസായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ 2 തരത്തിൽ അടിച്ചാലും ജ്യൂസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.